ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കാണുന്നത് ദ ബ്ലെസ്ഡ് ഗേൾ ഡ്രാമയുടെ നെക്സ്റ്റ് 2 എപ്പിസോഡ്സ് ആണ്. നിങ്ങൾ ഈ ഡ്രാമ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നുള്ള എപ്പിസോഡുകൾ കാണാൻ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് നമ്മുടെ പൂജാരി അവൻ്റെ ശിഷ്യനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ മെസ്സേജ് എല്ലാ കപ്പലുകളിലും അറിയിക്കണം, പ്രാവിനെ പറത്തിവിടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പുറത്തു പോയ ശേഷം നമ്മുടെ പൂജാരിയാണെങ്കിൽ റൂമിൻ്റെ പുറത്ത് വന്ന് വേറൊരു മുറിയിൽ പോവുകയാണ്. അവിടുത്തെ പടയാളികളാണെങ്കിൽ നമ്മുടെ പൂജാരി ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതിനർത്ഥം ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ളതാണ്. ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഒരു ദേവതയല്ല, അവളൊരു മോൺസ്റ്റർ ആണെന്നുള്ള കാര്യം യുവാൻ രാജ്യത്തും പോയി അറിയിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇൻഷയാണെങ്കിൽ ആ ഒരു മൃഗത്തെ തെളിവിനായിട്ട് ഇവിടെ നിന്ന് കപ്പലിൽ യുവാൻ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ മൃഗങ്ങളെയെല്ലാം കൊന്നു കഴിഞ്ഞാൽ എന്തായാലും ഇൻഷ പറയുന്നതൊന്നും സത്യമെന്ന് ആരും വിശ്വസിക്കത്തില്ല. അപ്പോൾ കാവൽ ദേവത എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് മോൺസ്റ്റർ അല്ല എന്നെല്ലാം പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഇൻഷയ്ക്ക് നേരെ തിരിച്ചിട്ട് പൂജാരി നല്ലവനായിട്ട് മാറാം എന്നുള്ള പ്ലാനിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനും ക്യാപ്റ്റനും കൂടെ തീരുമാനിച്ചത് പ്രകാരം ആ ഒരു മൃഗങ്ങളെ ഇട്ടിരിക്കുന്ന തുണി കൊണ്ട് മൂടിയിരിക്കുന്ന ആ ഒരു കൂടിൻ്റെ അവിടെ അവൻ തീ കത്തിക്കുകയാണ്. തീ കത്തിച്ച് ആ മൃഗത്തെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ തീ കത്തി അതിൻ്റെ മുകളിലുള്ള കവറിങ് എല്ലാം മാറുമ്പോൾ കാണുന്നത് അതിനകത്ത് ഒരു മൃഗവും തന്നെ ഉണ്ടാകത്തില്ല. ക്യാപ്റ്റനാണെങ്കിൽ നമ്മുടെ പൂജാരിയെയും പറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഇൻഷ അവിടെ നിന്ന് വരുന്നുണ്ട്. എന്താ നീ വിചാരിച്ച പോലെ ഇതിനകത്ത് മൃഗങ്ങളെ ഒന്നും കണ്ടില്ലേ? ഞാൻ അതെല്ലാം മാറ്റിയിട്ടുണ്ട്. എനിക്കറിയാം നീ ഇങ്ങനെ ചെയ്ത് ആ ഒരു മൃഗങ്ങളെല്ലാം നശിപ്പിക്കും എന്നുള്ളത്. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ കപ്പൽ പെട്ടെന്ന് അവിടെ എവിടെയാ വെടികൊട്ടുന്നത് ശബ്ദം കേൾക്കുന്നത്. ആക്ച്വലി നമ്മുടെ ക്യാപ്റ്റനാണെങ്കിൽ ആ ഒരു കപ്പലിൻ്റെ പലയിടത്തും ബോംബ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൂജാരിക്കും ഇൻഷയ്ക്കും അവിടെയുള്ള പടയാളികൾക്കും മരണം സംഭവിക്കുകയാണ്. ആ സമയമാണ് അപ്പുറത്തെ കപ്പലിലുള്ളവർക്ക് ആ ഒരു പ്രാവ് കൊണ്ടുപോയ ന്യൂസ് കിട്ടുന്നത്. അതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷയാണെങ്കിൽ ഒരു മോൺസ്റ്ററായൊരു മൃഗങ്ങളെ വെച്ചിട്ട് ആ ഒരു ഭരണം തന്നെ മാറ്റിമറിക്കാൻ നോക്കുകയാണ്. അതറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവൻ പണയം വെച്ചിട്ട് ഈ ഒരു കപ്പലിനെ തന്നെ നശിപ്പിച്ചിട്ടുള്ളതെന്ന്. ഇത് കാണുന്ന ആ ഒരു ജനങ്ങൾക്കൊക്കെ എന്ത് തോന്നും? നമ്മുടെ ഇൻഷ കള്ളനാണ്, ഇവരൊക്കെയാണ് നല്ലവരെന്ന്. ക്യാപ്റ്റനും അനിയത്തിയും അവരുടെ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ആ സമയമാണ് നമ്മുടെ ഇൻഷ മരിച്ചുപോയി എന്നുള്ള കാര്യം അനിയത്തിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവർ മൈൻഡ് വഴി രണ്ടിനും കണക്റ്റഡ് ആണല്ലോ. ആ ഒരു വിഷമം അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവൾക്ക് ആകെപ്പാടുണ്ടായിരുന്ന അവളുടെ സഹോദരൻ മാത്രമാണ്. അവളാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ്റെ അടുത്ത് എൻ്റെ ചേട്ടൻ്റെ മരണത്തിന് കാരണം നീയാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റനാണെങ്കിലും ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയും, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മുടെ കല്യാണത്തിന് തടസ്സമായിട്ടുള്ള എല്ലാവരെയും ഞാൻ കൊന്നുകളയുന്നു. നമ്മുടെ അനിയത്തിക്കാണെങ്കിൽ അന്ന് സഹിക്കാൻ തന്നെ പറ്റുന്നില്ല. ആ സമയം ക്യാപ്റ്റൻ ചോദിക്കും, ഇനി പറ, നീ എന്നെ കല്യാണം കഴിക്കാൻ പൂർണ്ണ മനസ്സോടെ സമ്മതമാണോ എന്ന്. നമ്മുടെ അനിയത്തിയാണെങ്കിലും അതേ സമ്മതമാണെന്നാണ് പറയുന്നത്. മരിച്ചുപോയ ഇൻഷയുടെ ശരീരം നമ്മുടെ ക്യാപ്റ്റൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. അതറിഞ്ഞ് നമ്മുടെ ലിഷയും അവിടേക്ക് കരഞ്ഞും കൊണ്ട് ഓടി വരുന്നുണ്ട്. നീ എന്നെ വിട്ടിട്ട് പോകത്തില്ല, നീ പോയിട്ട് ഇതിനകത്ത് തിരിച്ചു വരും എന്നെല്ലാം അല്ലേ നീ പറഞ്ഞത്, ഞാൻ കാത്തിരിക്കാന്നല്ലേ പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയും. അനിയത്തിക്കും താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് മെങ്ങ് വന്നിട്ട് ഞാൻ ഇവിടെ വിട്ട് പോകാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ അവൾ പറയും, നീ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിരുന്നില്ലേ, എന്താ അതൊക്കെയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ മെങ്ങ് പറയും, ഞാനതൊക്കെ ചെയ്തത് നീ ഭാവിയിൽ നടക്കേണ്ട പല കാര്യങ്ങളും നീ ആലോചിച്ച് തീരുമാനം എടുത്ത് നടത്താൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പം നമ്മുടെ ലിംഗ്ലോങ്ങും പറയുന്നുണ്ട്, ഓ അപ്പോൾ ആ ഒരു മോൺസ്റ്ററിനെ കണ്ടെത്തി ഞാൻ ഒരു ദൈവമല്ല, ഞാൻ ഒരു മോൺസ്റ്റർ ആണെന്നുള്ളതൊക്കെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യം നിനക്ക് ഭാവിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ നീ അങ്ങനെ ചെയ്തതെന്ന്. അപ്പം മെങ്ങാണെങ്കിലും അതേന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ലിംഗ്ലോങ് ചോദിക്കും, അതെ നമ്മളുടെ കൂടെയുള്ള ആരെങ്കിലും നമുക്ക് മുന്നേ ഇനി മരിച്ചു പോകും, അങ്ങനെ എന്തെങ്കിലും നീ കാണുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പം മെങ്ങ് പറയും, ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആൾ മരിക്കും, അത് നമ്മളത് മനസ്സിലാക്കണം. പിന്നെ മരിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതായിരിക്കും നല്ലത് എന്നെല്ലാം പറഞ്ഞ് മെങ്ങ് സംസാരിക്കും. നീ ഇതൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്, മതിയാക്കെന്ന് പറയും. അപ്പോൾ ലിംഗ്ലോങ് ചോദിക്കും, നീ ഈ നാട് വിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പം മെങ്ങ് പറയുന്നുണ്ട്, ഞാൻ എവിടെ പോയാലും നിങ്ങൾക്കൊരാവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓടി വരും. മരിച്ചുപോയ നമ്മുടെ ഇൻഷയുടെ അടുത്ത് ലിഷ ഇരുന്ന് കരയായിരിക്കും. ആ സമയം നമ്മുടെ മെങ്ങിൻ്റെ ശബ്ദം കേൾക്കും. അവളും അവളുടെ പവർ ഉപയോഗിച്ച് മെങ്ങുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. നീ ഇത്രയും നാൾ എവിടെയായിരുന്നു, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മെങ്ങ് പറയുന്നുണ്ട്, ആ സുഖമാണ്. ഇൻഷ എന്തിയെ, നിങ്ങളുടെ സ്നേഹബന്ധമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, നീ മരിച്ചു എന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച് ഇവിടെ നിന്ന് പോയതിന് ശേഷം ആ ഒരു ക്യാപ്റ്റൻ്റെ ദുഷ്പ്രവൃത്തി കാരണം ആ ഒരു കപ്പൽ അപകടത്തിൽ ഇൻഷ മരണപ്പെട്ടു എന്ന്. മെങ്ങിനാണെങ്കിൽ താങ്ങാൻ പറ്റുന്നില്ല. കാരണം ഇൻഷയ്ക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ട്, എങ്കിലും അവൻ ആ ഒരു കപ്പൽ അപകടത്തിൽ മരിച്ചു എന്നുള്ളത് അവൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പറയും, നീ എന്തായാലും വിഷമിക്കേണ്ട, ഞാൻ നിന്നെ കാണാൻ വേണ്ടി ആ ഒരു നാട്ടിലോട്ട് വരുന്നുണ്ട്, നീ അതുവരെ സമാധാനത്തിലിരിക്കാൻ പറയും. അപ്പോൾ നമ്മുടെ ലിഷ പറയാണ്,
എനിക്കെന്തായാലും വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും ഇൻഷേനെ വീണ്ടും ജനിപ്പിക്കാൻ പോവുകയാണെന്ന്. നീ എന്തായി പറയുന്നത്? ജനിച്ചു കഴിഞ്ഞാൽ അത് മരിക്കണം എന്നാൽ അതൊന്നും എനിക്ക് സാധിക്കത്തില്ല. നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഗ്നിനഗരത്തിലെ ആ ഒരു രാജകുമാരിക്ക് അവളുടെ കഴുത്തിലുള്ള മെമ്മറി സ്റ്റോൺ വെച്ചിട്ട് ഇത്രയും കാലം ജീവിക്കാൻ പറ്റി. അതുപോലെ ഞാനും ഇൻഷയ്ക്ക് ജീവൻ കൊടുക്കുന്നു. അതിനെ അവളുടെ കഴുത്തിൽ ആ ഒരു മെമ്മറി സ്റ്റോൺ അവൾ ജീവിച്ചിരുന്നപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു മെമ്മറി സ്റ്റോൺ വെച്ച് അവൾക്ക് മരണശേഷവും ജീവിക്കാൻ പറ്റിയത്. അതിന് നമ്മുടെ ഇൻഷയുടെ കയ്യിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ ലിഷ പറയും, അതൊന്നും സാരമില്ല, എൻ്റെ ഉള്ളിൽ അവനുമായിട്ടുള്ള ആ ഒരു ഓർമ്മകൾ മതി, അതിന് ഞാൻ ജീവൻ കൊടുക്കും, അതിലൂടെ ഞാൻ ഇൻഷയ്ക്ക് ജീവൻ കൊടുക്കും എന്ന്. ഇനിയും ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിഷയുടെ ശരീരത്തിൽ ലിഷയും ഇൻഷയും ഒന്നായിട്ട് ജീവിക്കും. അതാണ് ഇവൾ പറയുന്നതിൻ്റെ അർത്ഥം. മെങ്ങിനാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളോടും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ലിഷ പറയും, നീ ഇനി എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട്. വു ആണെങ്കിൽ പപ്പയ്ക്ക് കാവലിരിക്കുകയായിരിക്കും. പപ്പ ഒരു അനക്കവും ഉണ്ടാവില്ല. അപ്പോഴാണ് ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ പോയി തുറന്നു നോക്കുന്നത്. അത് അവളുടെ ഫ്രണ്ടായിരിക്കും. അവൾ പറയും, നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഈ ഡോക്ടറെയും കൊണ്ടുവന്നതെന്ന്. എന്നിട്ടാണെങ്കിൽ ആ ഡോക്ടർ നമ്മുടെ പപ്പയെ പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് വന്ന് പറയും, പപ്പയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 എല്ലുകളാണ് പൊട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഇനി എന്താ ചെയ്യുക, എത്ര കാലം ജീവനോടെ ഇരിക്കുമെന്ന് വു ചോദിക്കുമ്പം അവൻ പറയും, ഇനി കൂടിപ്പോയി ഒരു 5-6 ദിവസം മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ന്. നമ്മുടെ വൂവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. ഹീറോയിൻ്റെ വീട്ടിലിരിക്കുന്ന ഹീറോയിൻ്റെ അടുത്ത് അവളുടെ ഫ്രണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, അഗ്നിനഗരത്തിലെ തീ അണയ്ക്കാൻ പോയ ഒരുപാട് പേർക്ക് പരുക്ക് പറ്റി, നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണമെന്ന്. ഇവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ അവിടെയുള്ള പടയാളികളും തലവനും എല്ലാം, നിങ്ങൾ അകത്തോട്ട് പോകണ്ട, അവിടെ ഒരുപാട് പേര് വിഷമിച്ച് കിടക്കുകയാണ്, അതൊന്നും നിങ്ങളെ കൊണ്ട് കണ്ടാൽ താങ്ങാൻ പറ്റില്ല എന്നും പറയും. ഇവളൊരു ദൈവമാണെന്നുള്ളത് അവർക്ക് ഇതുവരെ അറിയത്തില്ലല്ലോ. അവളാണെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഓടിച്ചാടി അകത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവളുടെ ആ ഒരു ഹീലിംഗ് പവർ ഉപയോഗിച്ചിട്ട് എല്ലാവരെയും രക്ഷിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവളുടെ ആ ഒരു പവർ തന്നെ എല്ലാവരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അവരെല്ലാവരും ദൈവം എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയാണ്. ക്യാപ്റ്റൻ്റെ വീട്ടിൽ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ നടക്കുകയാണ്. ഈ സമയം ലിഷയാണെങ്കിൽ ഒരു കത്തിയെടുത്ത് അവളുടെ നെഞ്ചിലൊരു ഹോളുണ്ടാക്കി അവിടേക്ക് ആ ഒരു മെമ്മറി സ്റ്റോൺ വെക്കുകയാണ്. ആ മെമ്മറി സ്റ്റോണിലാണ് ഇൻഷയുടെ എല്ലാ ഓർമ്മകളും ഉള്ളത്. എന്നിട്ട് അവളാണെങ്കിൽ അവിടെ ബോധം കെട്ട് വീഴുകയാണ്. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ്റെയും അനിയത്തിയുടെയും കല്യാണം കഴിഞ്ഞ് അവരാണെങ്കിൽ ബെഡ്റൂമിൽ വന്ന് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ അനിയത്തി ചോദിക്കും, നീ എന്നെ ഇതുവരെ ഒരു തുള്ളി പോലും വെറുത്തിട്ടില്ലേന്ന്. അപ്പോൾ ക്യാപ്റ്റൻ പറയും, നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ട അന്നോട്ട് നിന്നോടുള്ള സ്നേഹം എനിക്ക് കൂടിയാണ് വന്നതെന്ന്. അപ്പോൾ അവളാണെങ്കിൽ ഒരു കത്തിയെടുത്ത് നമ്മുടെ ക്യാപ്റ്റൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, നമ്മുടെ കല്യാണ ദിവസമല്ലേ എന്ന്, ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാം, ഇന്ന് തൊട്ട് നീ എന്നെ വെറുക്കും, നിന്റെ ഉള്ളിലുള്ള പ്രേമമെല്ലാം ഇതോടെ അവസാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ പവർ ഉപയോഗിച്ച് അവൻ്റെ കയ്യിലെ കത്തി നമ്മുടെ അനിയത്തിയുടെ നെഞ്ചിലോട്ട് കുത്തി കയറ്റിക്കുകയാണ്. അവനാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു ദയനീയ അവസ്ഥയിൽ നിൽക്കുകയായിരിക്കും. അവളുടെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൻ പറയും, നീ എന്തിനാ എന്നോട് ഈ ചെയ്തത്? ഞാൻ നിനക്ക് 100% ആത്മാർത്ഥമായിട്ടല്ലേ ഇരുന്നത്, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ എല്ലാം ചെയ്തത്, എന്നിട്ട് നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ അവൾ പറയും, നീ എന്നെ ചതിച്ചു. കല്യാണം കഴിഞ്ഞ ആ ഒരു മാന്ത്രികക്കല്ല് നീ എനിക്ക് തരാമെന്ന് പറഞ്ഞു, പക്ഷെ നീ ഇതുവരെ തന്നില്ല എന്ന്. നീ എന്തായി പറയുന്നത്? ആ മാന്ത്രികക്കല്ല് നിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ എപ്പോഴും കിടക്കില്ല ഒരു ബ്രേസ്ലെറ്റ്, അത് കാണിച്ചു കൊടുക്കും. അതിനകത്താണ് അവൻ ആ ബ്രേസ്ലെറ്റ് ഇത്രയും കാലം ഒളിച്ചു വെച്ചിരുന്നത്. ക്യാപ്റ്റൻ എത്ര തന്നെ മോശപ്പെട്ട ആളായിരുന്നെങ്കിലും അവളുടെ അടുത്ത് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ അവളുടെ അടുത്ത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാന്ത്രികക്കല്ല് നിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും മരിക്കത്തില്ല, നീ ജീവിക്കുമെന്ന് പറയുമ്പോൾ അവൾ അതിനെ സമ്മതിക്കത്തില്ല. ആ ഒരു മാന്ത്രികക്കല്ല് അവളുടെ അടുത്ത് നിന്ന് അവളാണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് അപ്പുറത്ത് ഒളിച്ചിരിക്കുന്ന നമ്മുടെ വൂവിൻ്റെ കയ്യിൽ ഒരു ബോട്ടിലോട്ട് കൊണ്ട് നിറയ്ക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ വൂവും അനിയത്തിയും കൂടിയിട്ട് പ്ലാനാണ്. അതിൽ ഇവൾ മരിക്കും എന്നുള്ള കാര്യം വൂവിനും അറിയത്തില്ലായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അനിയത്തി മരിക്കുന്നുണ്ട്. അവൾ മരിക്കാൻ കാരണം അവളുടെ ചേട്ടനെ അവൻ കൊന്നതുകൊണ്ടാണ്. നമ്മുടെ വൂവാണെങ്കിലും ആരും കാണാത്ത ആ ഒരു സ്ഥലത്ത് നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. അവൾ വീട്ടിൽ വന്ന് പപ്പയുടെ അടുത്ത് പറയും, നിങ്ങളുടെ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാന്ത്രികക്കല്ല് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഞാനത് അവളെ തേടി പോവുകയാണ്, അവൾക്ക് ഈ ഒരു മാന്ത്രികക്കല്ല് കൊടുത്ത് അവളെ രക്ഷിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, പപ്പയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അവൾ 6 ദിവസം വരെ ജീവിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ആ ഒരു വേദനയും വയ്യായികയും ഒന്നും പപ്പയുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പപ്പ മരണപ്പെട്ടു എന്നുള്ള കാര്യം ഓവിനാണെങ്കിൽ അത് താങ്ങാൻ പറ്റത്തില്ല. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആ സമയമാണ് അവളുടെ കയ്യിലിരിക്കുന്ന മാന്ത്രികക്കല്ലാണ് ഓർക്കുന്നത്. അവൾ
ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പപ്പയാണ്. പപ്പയുടെ ജീവന് വേണ്ടിയിട്ട് അവൾ ആ ഒരു മാന്ത്രിക കല്ല് ഉപയോഗിക്കുകയാണ്. നമ്മുടെ പപ്പയുടെ ശരീരമാണെങ്കിൽ തീ പോലെ ജ്വലിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ക്യാപ്റ്റനാണെങ്കിൽ അനിയത്തി മരിച്ച സങ്കടം സഹിക്കാൻ വയ്യാതെ ആ ഒളിച്ചു വെച്ചിരുന്ന ആ ഒരു മോൺസ്റ്റർ മൃഗങ്ങളെല്ലാം തുറന്നുവിടുകയാണ്. ആ മോൺസ്റ്റർ മൃഗങ്ങൾ ആരെങ്കിലും കടിക്കുമ്പോൾ അവരാരെങ്കിലും ദൈവശക്തിയായിട്ട് മാറും, നമ്മുടെ അനിയത്തിയെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ള മണ്ടൻ ചിന്ത കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓൻ്റെ വീട്ടിൽ ആരോ ഒന്ന് തട്ടുന്ന ശബ്ദം കേട്ട് അവൾ തുറന്നു നോക്കുമ്പോൾ അവളുടെ കൂട്ടുകാരായിരിക്കും. എന്താടി കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും പിറകാണെങ്കിൽ ആ ഒരു മോൺസ്റ്റർ മൃഗത്തെ കാണും. അവളാണെങ്കിൽ പെട്ടെന്ന് കൂട്ടുകാരെ അകത്തോട്ട് കയറ്റുമെങ്കിലും ചുറ്റുപാടുള്ള മൃഗങ്ങളെല്ലാം അവളുടെ വീടിൻ്റെ റൂഫ് തന്നെ തകർത്ത് അകത്തോട്ട് വരുന്നുണ്ട്. എന്ത് ചെയ്യാനാ, അവളുടെ കഴിയുന്ന മാക്സിമം ആ ഒരു മൃഗങ്ങളെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട്. എങ്കിലും ഒരു പോയിന്റിൽ അവളുടെ ജീവിതം തന്നെ അവസാനിച്ചു എന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് അത് ആ ഒരു ചെങ്ങലയിൽ ആ ഒരു മൃഗത്തെ വലിച്ചു പിടിക്കുന്നത്. അതാരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പപ്പയുടെ ഒരു കയ്യിലാണെങ്കിൽ ചെങ്ങലയും മറ്റേ കയ്യിലൊരു ഹാർമറുമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പപ്പയാണെങ്കിൽ ആ ചുറ്റികയെടുത്ത് ആ ചെങ്ങലിലുള്ള മൃഗത്തിൻ്റെ തലക്കിട്ടൊരു അടി എടുക്കുമ്പോൾ അത് അവിടെ സ്പോട്ടിൽ തന്നെ മരിച്ചു പോകുന്നുണ്ട്. നമ്മുടെ അവളുടെ ഫൈറ്റർ പിശം കൊടുത്ത ആ ഒരു കത്തി വെച്ചിട്ട് ഒരു മൃഗത്തിൻ്റെ തലയിലോട്ട് കുത്തുന്നുണ്ട്. ആ സമയമാണെങ്കിൽ ആ ഒരു മൃഗം അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ആ ഒരു കത്തി നിസ്സാര കത്തിയല്ല, ആ അപ്പച്ചൻ ഉണ്ടായിരുന്ന ആ ഫ്യൂഷൻ മാന്ത്രിക കല്ലിൻ്റെ ചെറിയ ചെറിയ തരികൾ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന മാന്ത്രിക കത്തിയാണെന്നുള്ള കാര്യം. ഇവിടെ നമ്മുടെ ക്യാപ്റ്റനാണെങ്കിൽ അനിയത്തിയുടെ ആ ഒരു ബോഡിയുടെ അടുത്തിരുന്നുകൊണ്ട് നീ എന്നെ ഇത്രയും കാലമായിട്ട് മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്തേക്ക് ലിഷ വരുന്നുണ്ട്. നീ പറഞ്ഞത് തെറ്റാണ്, അവൾ തുടക്കം മുതലേ നിന്നെയാണ് സ്നേഹിച്ചത്, നിന്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ്റെ നെറ്റിയിലോട്ട് കൈ വയ്ക്കും. എന്നിട്ട് ആദ്യമായിട്ട് നമ്മുടെ അനിയത്തിയുടെ പപ്പ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം എന്നുള്ള ആ ഒരു വാക്ക് കൊടുത്ത സംഭവം തൊട്ട് അവൾക്ക് നമ്മുടെ ക്യാപ്റ്റനുണ്ടായിരുന്ന ആ ഒരു സ്നേഹം എന്താണെന്നുള്ളത് അവന് കാണാൻ പറ്റുന്നുണ്ട്. ഇവനായിട്ടാണ് എല്ലാം തന്നെ നശിപ്പിച്ചത്. അവൻ തുടക്കത്തിൽ തന്നെ അവനൊരു മോശപ്പെട്ട ആളാണ് എന്നുള്ള ഇമേജാണ് അവൾക്ക് മുമ്പിൽ ഉണ്ടാക്കിയതല്ല. അതെല്ലാം പോട്ടെ, അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ നമ്മുടെ ക്യാപ്റ്റൻ എന്താ ചെയ്തത്, അവളുടെ സഹോദരനെ തന്നെ കൊന്ന് അവളുടെ ആ ഒരു സ്നേഹം അവൻ്റെ അടുത്ത് വെറുപ്പായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് നമ്മുടെ ക്യാപ്റ്റനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എന്നിട്ട് പറയും, നീ ആരാ, നീ ലിഷയല്ലാന്ന് എനിക്കറിയാം, നീ ആരാണെന്ന്. ക്യാപ്റ്റൻ ചോദിക്കുന്ന ഒന്നിനും തന്നെ മറുപടി കൊടുക്കാതെ അവൻ്റെ നെറ്റിലോട്ട് കൈവച്ച് അവൻ്റെ ഓർമ്മകളെല്ലാം മായ്ക്കാൻ നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ പറയും, എൻ്റെ അനിയത്തിയെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം എൻ്റെ ഓർമ്മയിൽ നിന്ന് മായ്ക്കല്ലേ, ഞാൻ ആ ഒരു ഓർമ്മയിൽ ജീവിച്ചോളാം എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് അടിക്കുന്നുണ്ട്. എങ്കിലും ലിഷയാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ അവൻ്റെ നെറ്റിലോട്ട് കൈവയ്ക്കും. അവൻ അവിടെ ആ ഒരു സ്പോട്ടിൽ തന്നെ ബോധം കെട്ട് വീഴുന്നുണ്ട്. ആ ഒരു രംഗം കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇനി 3 എപ്പിസോഡ് കൂടെയാണ് ഈ ഒരു ഡ്രാമയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഡ്രാമ വേണം എന്നുള്ളതെല്ലാം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.